സങ്കീർണങ്ങളായ വഴിത്താരകളിലൂടെ ഭൗതിക വികസനത്തിലേക്ക് ചിതറിയോടുന്ന ആധുനിക ലോകം. വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നെങ്കിലും ഒട്ടേറെ പേർ ഇന്ന് തകർച്ചകളുടെ പിടിയിലാണ്. മാനസികവും ആത്മീയവുമായ ഏറെ പ്രതിസന്ധികളിലൂടെ ഇന്നത്തെ ലോകം കടന്നുപോകുന്നു. ശാരീരികമായ അനാരോഗ്യ പ്രവണതകൾ പോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുതിച്ചുയരുന്നു. എവിടെ തിരിഞ്ഞാലും അസംതൃപ്തിയുടെയും വേദനകളുടെയും നെടുവീർപ്പുകൾ. ധനമോഹവും സ്വാർത്ഥതയും നൈമിഷിക വികാരങ്ങളുമെല്ലാം ഭരണം നടത്തുന്ന അന്ധകാരത്തിൻ്റെ ഈ യുഗത്തിൽ ഇതാ ഒരു ദീപം. സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയുമെല്ലാം ഊഷ്മളമായ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു ദീപസ്തംഭം. മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥകൾ ഒരുപക്ഷെ നമുക്ക് അപരിചിതമല്ല. രോഗികളെയും രോഗമില്ലാത്തവരെയുമെല്ലാം ഒരുപോലെ അസ്വസ്ഥതപ്പെടുത്തുന്ന, ഇരുളടഞ്ഞതും ദുർഗന്ധം വമിക്കുന്നതും അട്ടഹാസത്തിൻ്റെയും മൽപ്പിടുത്തങ്ങളുടെയും അകമ്പടികളോട് കൂടിയതുമായ ഭ്രാന്താശുപത്രികളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചിത്രങ്ങൾ വ്യത്യസ്തമാണ്. പ്രശാന്തമായ അന്തരീക്ഷം, സൗമ്യതയും സേവന സന്നദ്ധതയും മുഖമുദ്രയാക്കിയ ശുശ്രൂഷകർ, പ്രാർത്ഥനയുടെയും ആശ്വാസവാക്കുകളുടെയും നിമന്ത്രണങ്ങൾ, ഏറ്റവും വേഗം പൂർവാരോഗ്യത്തെ തിരികെ നേടുന്ന, ആശ്വാസം സ്ഫുരിക്കുന്ന കണ്ണുകൾ. അതെ, ഇതാണ് വയനാട് ജില്ലയിലെ ചെന്നലോട് സ്ഥിതി ചെയ്യുന്ന ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റൽ. മാനസിക പ്രശ്നങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവ്യൌഷധങ്ങൾ ആവോളം നൽകിക്കൊണ്ട് ഇവർ രോഗികൾക്ക് സുസ്ഥിര സൗഖ്യം പ്രദാനം ചെയ്യുന്നു. മാനന്തവാടി വിൻസെന്റ് ഏരിയയിൽ സ്ഥാപിതമായ വിൻസെൻഷൻ സമൂഹം അതിൻ്റെ സേവനരംഗം ഒരു പുതിയ പന്താവിലേക്ക് തിരിച്ചുവിട്ടതിൻ്റെ അടയാളമാണ് ചെന്നലോട് ലൂയിസ് മൗണ്ട് എന്ന മാനസിക ആരോഗ്യ കേന്ദ്രം. 1989 ഈ സ്ഥാപനം ആരംഭിച്ചപ്പോൾ 16 കിടക്കുകളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും രോഗികളുടെ വർധനവിനനുസരിച്ച്, അതായത് 10 മടങ്ങാണ് രോഗികളുടെ സംഖ്യ വർദ്ധിച്ചു വന്നത്. അതിൻ്റെ ആവശ്യമനുസരിച്ച് നമ്മൾ ബെഡിൻ്റെ കിടക്കകളുടെ എണ്ണം കൂട്ടുകയാണ് ചെയ്തത്. ഇന്ന് മദ്യവും മയക്കുമരുന്നും മൂലം ധാരാളം രോഗികൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇവരെ ഒന്നിച്ചാക്കിക്കൊണ്ട് മാനസികമായി തളർന്നുപോയ, മാനസികമായി അവരുടെ ബാലൻസ് നഷ്ടപ്പെട്ട ഒരു രീതിയിലായി ചിത്തഭ്രമത്തിന് അടിമകളാകുന്ന രോഗികളെ നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ സ്നേഹപൂർവ്വം അവരെ പരിചരിച്ച് അവർ രോഗലക്ഷണങ്ങൾ തുടക്കത്തിലേ തന്നെ കണ്ടുപിടിക്കുകയും വേണ്ട സമയത്ത് ഇടപെടുകയും ചെയ്തുകൊണ്ട് ധാരാളം പേരെ നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നുണ്ട്. സമൂഹത്തിലും കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾ, സംസ്കാരങ്ങളിൽ സംഭവിക്കുന്ന ശുഭകരമല്ലാത്ത മാറ്റങ്ങൾ തുടങ്ങിയവയും വ്യക്തിബന്ധങ്ങളിലെ വിള്ളലുകളും ഇവിടെ മാനസിക രോഗികളെ സൃഷ്ടിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെയും വർഗീയതയുടെയും ഭാഗവും അബദ്ധജടിലവുമായ പ്രവർത്തന ശൈലികളെല്ലാം തന്നെ ഒട്ടേറെ അസ്വസ്ഥതകൾക്ക്
ഇവിടെ കാരണമാകുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിലെ മാനസിക പ്രശ്നങ്ങളുടെ തോത് അനുദിനം വർദ്ധിച്ചു വരുന്നതിൽ ഉത്കണ്ഠാകുലരാണിവർ. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഡ്രഗ് അബ്യൂസ് പറഞ്ഞ രോഗം വളരെ വ്യാപകമായിട്ടുണ്ട്. കഞ്ചാവ്, ഹാൻഡ്സ്, പിന്നെ ബ്രൗൺ ഷുഗർ, അതുമാതിരി നൈട്രാസ്പം മുതലായ ഡ്രഗ് യൂസ് ചെയ്ത ആൾക്കാർ, ആൽക്കഹോൾ, ഇതിനൊക്കെ ചികിത്സാ വിധികൾ ഇവിടെ ഉണ്ട്. അതൊക്കെ മിക്കവാറും പിന്നെ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയാണ്. സാധനങ്ങളൊക്കെ വീട്ടുകാരോട് എല്ലാവരോടും ഭയങ്കര ദേഷ്യം വന്ന സാധനങ്ങളൊക്കെ നശിപ്പിക്കുക, എറിയുക, ഉറയ്ക്കുക. പക്ഷേ ഇവന്മാരൊക്കെ പുറത്തുള്ള ആളുകളോട് വളരെ മാന്യമായി ബിഹേവ് ചെയ്യുകയും ചെയ്യും. പുറത്ത് ആര് പറഞ്ഞാലും ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ആരും സമ്മതിക്കില്ല. വീട്ടിലായിരിക്കും എല്ലാ പ്രോബ്ലംസും ഉണ്ടാവുക. പിന്നെ വീട്ടിൽ പൈസ ഡിമാൻഡ് ചെയ്തില്ലെങ്കിൽ ഇടിയും. പിന്നെ ഡ്രഗ് യൂസ് ചെയ്യും. ഇത്തരം ആൾക്കാർ ഭൂരിഭാഗം ഡ്രഗ് യൂസ് ചെയ്യും. ഇത്തരം ആൾക്കാർ കല്യാണം കഴിഞ്ഞാലോ ഇപ്പോൾ ഈ ഡേറ്റ് മാരേജ് ഡൈവേഴ്സ് വളരെ കൂടുതലാണ്. ഡൈവേഴ്സ് കൂടുതൽ, ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വളരെ കൂടുതലാണ്. അത്തരമുള്ളവർ എങ്ങനെയായാലും പേഴ്സൺസ് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഡൈവേഴ്സും ആവും. ഇവിടെ ഒരുപാട് പേഷ്യൻസ് അങ്ങനെ വരാറുണ്ട്. ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട്. പേഴ്സണാലിറ്റി പ്രോബ്ലംസിൽ ഭൂരിഭാഗം വരുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ പാരമ്പര്യമായിട്ട് വരുന്നതും നമ്മൾ ജീവിച്ച ചുറ്റുപാടും ഒക്കെ ആയിരിക്കും. പിന്നെ അച്ഛൻ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അച്ഛൻ വീട്ടിൽ വന്നിട്ട് ബഹളം വയ്ക്കുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നു. അതൊക്കെ കണ്ടു വളർന്നൊരു കൊച്ചിനെ അവൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. എൻവയറമെൻറ്റൽ സ്റ്റിമുലേഷൻ അങ്ങനെയാണ്. അവൻ പ്രായപൂർത്തിയാകുമ്പോൾ അച്ഛനോട് ദേഷ്യവും എല്ലാം ഉണ്ടാവും. അച്ഛനോട് ദേഷ്യം, അമ്മയോട് ദേഷ്യം, എല്ലാ സാധനങ്ങളും വൈരാഗ്യ ബുദ്ധി അതൊക്കെ ഉണ്ടാവും. അവർ വളരെ എബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യും. അവർ കൂട്ടുകാരായിട്ട് അടുപ്പമുണ്ടാവും. പഠിക്കാൻ നല്ല മിടുക്കന്മാരായിരിക്കും, എന്നാലോ പഠിപ്പ് ഇടയ്ക്ക് വേണ്ടി നിർത്തുകയും ചെയ്യും. അത്തരം ആൾക്കാരാണ്. പിന്നെ അതുകൂടാതെ ഇത്തരം ആൾക്കാർ പെട്ടെന്ന് പ്രേമത്തിൽ നിന്ന് ചാടുകയും പ്രേമം പൊളിയുകയും പിന്നെ സൈക്കോട്ടിക് ആവുകയും മാനസരോഗികളായിട്ട് ഇവിടെ വരാറുണ്ട്. കുറേ പേരൊക്കെ ഭയമായിട്ട് നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ മോഡേൺ ട്രീറ്റ്മെൻറ്റ് ഇതനുസരിച്ച് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റും മെഡിക്കൽ ഡ്രഗ് ട്രീറ്റ്മെൻറ്റൊക്കെ ആണെങ്കിൽ ഒരുവിധമൊക്കെ ഭേദമായി പോകാറുണ്ട്. ലേറ്റസ്റ്റ് ശാരീരിക രോഗങ്ങൾ പോലെ തന്നെയാണ് ഇന്ന് മാനസിക രോഗം. ഇന്ന് മാനസിക രോഗ സെഗ്മെൻറ്റിൽ പുതിയ പുതിയ ഔഷധങ്ങളും പുതിയ നൂതന ചികിത്സാ രീതികളും സൈക്കോതെറാപ്പി, ഫാർമക്കോതെറാപ്പി എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ അതിന് ബെറ്റർ റിസൾട്ടായിരിക്കും. അത് ഹെൽത്തി റിലേഷൻസിലും ഒരു ഹെൽത്തി എൻവിറോൺമെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലെ സെറ്റപ്പ് ആയി കഴിഞ്ഞാലും സമൂഹത്തിലായി കഴിഞ്ഞാലും. അതുകൊണ്ട് എനിക്ക് ഒരു സൈക്യാട്രി സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യണ സൈക്യാട്രിസ്റ്റ് എന്നതിന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒളിച്ചു വെച്ചിരിക്കാതെ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെതായ രീതിയിലുള്ള ഡോക്ടേഴ്സിനെയോ സൈക്കോളജിസ്റ്റിനെയോ അപ്രോച്ച് ചെയ്താൽ അവർ നിങ്ങൾക്ക് ശരിയായ നിർദ്ദേശം തരികയും ആ നിർദ്ദേശം നിങ്ങളുടെ ജീവിതത്തെ തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കുക, അല്ല ജീവിതത്തിന് തന്നെ ഒരു നല്ലതായൊരു ഹെൽത്തിയായ രീതിയിലേക്ക് പോകാനുള്ളൊരു അവസ്ഥ സംജാതമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ മാനസിക രോഗം മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് സ്റ്റിഗ്മയുടെ ആവശ്യമില്ല. ഇന്ന് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒരു 15 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നു. ഈ 15 വർഷത്തെ എൻ്റെ അനുഭവം വെച്ച് ഇന്ന് ഈവൺ ട്രൈബൽസ് പോലും മാനസിക രോഗങ്ങളെപ്പറ്റി ഒരു പരിധിവരെ അവെയറാണ്. അവരിവിടെ വരുന്നുണ്ട്, മരുന്നുകൾ മേടിച്ച് പോകുന്നുണ്ട്, അവർ സുഖപ്പെട്ടു പോകുന്നുണ്ട്. സുഖപ്പെട്ടു പോയ അവർ തന്നെ നെക്സ്റ്റ് ടൈം അവരുടെ കുടുംബത്തിലെ മറ്റാൾക്കൊക്കെ അന്ന് ആ ലൂയിസ് മാണ്ടി പോയപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വരികയും അവർക്ക് വീണ്ടും ഹെൽത്തി അവർ പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് പോകുന്നുണ്ട്. ഏറ്റവും ശാസ്ത്രീയവും സ്നേഹപൂർണവുമാണ് ഇവിടുത്തെ ചികിത്സാരീതികൾ. ആധുനിക മനഃശാസ്ത്രം നിർദ്ദേശിക്കുന്ന ചികിത്സാവിധികളും ഒപ്പം രോഗികളെ സ്വാഭാവികമായ ജീവിതശൈലിയിലേക്ക് തിരികെ കൊണ്ടുവരാനുതകുന്ന വ്യായാമമുറകളും സ്നേഹപൂർണമായ പരിചരണവും ഇവിടെ രോഗികൾക്ക് പൂർണ്ണമായ സൗഖ്യം പ്രദാനം ചെയ്യുന്നു. മാനസികാരോഗ്യ രംഗത്ത് ഈ ചെറിയ സമൂഹം നൽകുന്നത് അമൂല്യമായൊരു മാതൃകയാണ്. ഒരു രോഗിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടും സൂക്ഷ്മതയോടും അയാളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബാധ്യതയും അവർ സ്നേഹപൂർവ്വം ഏറ്റെടുക്കുന്നു. വിഭിന്ന രോഗങ്ങളുമായിട്ടാണ് ഇവിടെ ഓരോരുത്തർ കടന്നു വരിക. മാനസിക രോഗവും
അതോടൊപ്പം തന്നെ ലഹരി വസ്തുവിന് അടിമപ്പെട്ടുകൊണ്ടുള്ള ചികിത്സയും തേടി ദിനം പ്രതി നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. അവർക്കൊക്കെ മനഃശാസ്ത്രപരമായ കൗൺസിലിങ്ങും അവരെ വിവിധ രംഗങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കിവിടെ പ്രത്യേകിച്ച് ചികിത്സയോടൊപ്പം തന്നെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ അവർക്ക് ഓരോ രീതിയിലുള്ള അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനുള്ള ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തി വരുന്നുണ്ട്. സാധാരണ വീട്ടിൽ നിന്നൊക്കെ വരുന്ന അവസരത്തിൽ രോഗത്തിൻ്റെ അടിമയിൽപ്പെട്ട് ഇവർ യാതൊരു ജോലികളും ചെയ്യാറില്ല. വീടുകളിൽ ഒരു ജോലിയും അവർ ചെയ്യാറില്ല. അവരുടെ കുട്ടികളെ അവർ നോക്കാറില്ല, അവരുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല, ജോലിക്ക് പോകാറില്ല. അവരുടെ വീടുകളിൽ രോഗവുമായി ബന്ധപ്പെട്ട് അവരിങ്ങനെ ഒതുങ്ങി കഴിയുന്നവരാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ മരുന്നുകളിൽ നിന്ന് മാത്രമല്ല അവരെ ഞങ്ങൾ അവരുടെ കഴിവുകേടുകളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ ആക്ടിവിറ്റീസുകൾ അവർ ചെയ്യുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകും, എനിക്കിതൊക്കെ വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റും, എനിക്കിതിന് വീട്ടിൽ പോയി ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കുന്നു, എൻ്റെ കഴിവുകളൊക്കെ ഞാൻ കുഴിച്ചു മൂടപ്പെട്ടതല്ല, എനിക്ക് പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു ആത്മവിശ്വാസം, രോഗിക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയുന്നത് വളരെ സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത, മറ്റേത് ഹോസ്പിറ്റലിലാണെങ്കിലും കൂടെ ആൾ നിന്നാൽ മാത്രമേ രോഗികളെ ചികിത്സിക്കുകയുള്ളൂ. ഇവിടെ രോഗികളുടെ കൂടെ ആൾ നിൽക്കാതെ അവരെ ഞങ്ങൾ തന്നെ പരിചരിച്ചുകൊണ്ട് അപ്പോൾ അവരുടെ കൂടെയുള്ളവർക്ക് വീട്ടിൽ പോയി അവർക്ക് ജോലി എടുക്കുകയും പണം സമ്പാദിക്കുകയും ചെയ്തുകൊണ്ട് ഇവരെ ശുശ്രൂഷിക്കാനുള്ള പണം സമ്പാദിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് വളരെയധികം മറ്റുള്ളവരാലും അതുപോലെ അവരുടെ കുടുംബത്തിന് വളരെ ഒരു ആശ്വാസമേകുന്ന ഒരു സംഗതിയായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അങ്ങനെയാണ് താനും. രോഗികളെ മുഴുവനായും ആത്മീയമായും ശാരീരികമായും മാനസികമായും തകർന്നവരാണ് മാനസിക രോഗികൾ. അവരെ പ്രാർത്ഥന വഴിയും യോഗയും സ്ഥിരമായ വ്യായാമവും സ്ഥിരമായ ഒരു ടൈം ടേബിളും നൽകിക്കൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവരായി മാറുമ്പോൾ അവരെ സ്വന്തം ജീവിക്കുവാനായിട്ട് സ്വന്തം ചെറിയ ചെറിയ ജോലികൾ, അതായത് സ്വന്തം വസ്ത്രം അലക്കുക, സ്വന്തം കുളിക്കുക, പല്ല് തേക്കുക, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അവരെ ആദ്യം തന്നെ സ്വന്തമായി ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അങ്ങനെ അവർ നെഗറ്റീവ് ജീവിതത്തിൻ്റെ പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നവരെ മുന്നിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ജീവിതത്തിൽ ശരിയായ തരത്തിൽ നിലവാരം പുലർത്തുവാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. മാനസികാരോഗ്യ രംഗത്തെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾക്കും ഈ സമൂഹം നേതൃത്വം വഹിക്കുന്നു. സ്കൂളുകളും കോളേജുകളും സാംസ്കാരിക സംഘടനകളും വഴിയായി ഏറെ തിരിച്ചറിവുകൾ സമൂഹത്തിന് പകരുന്നതിനും ഇവർ ശ്രദ്ധിക്കുന്നു. സേവന മനസ്ഥിതിയോടെ സമൂഹത്തിലേക്കിറങ്ങുന്ന യുവജനങ്ങൾക്ക് മാനസികാരോഗ്യ മേഖലയിൽ ശരിയായ പരിശീലനം നൽകുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം ഈ സ്ഥാപനം ഞങ്ങൾക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിൽ കാണുന്ന പ്രശ്നങ്ങൾ, ഈ സമൂഹത്തിൽ കാണുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങളെ കാണുകയും അത് മനസ്സിലാക്കുകയും വയനാടിൻ്റെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, അതോടൊപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങളുമായിട്ടുള്ള കുടുംബ കോടതിൻ്റെ പ്രോഗ്രാമുകൾ, ഇങ്ങനെ നിരവധി വിവിധങ്ങളായ രംഗങ്ങളിൽ ക്ലാസ് എടുക്കാനും അവരുടെ കൂട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങളെ കാണാനൊക്കെ കഴിഞ്ഞത് ഏറ്റവും സന്തോഷപൂർവ്വം ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എല്ലാ മാസവും ട്രെയിനിങ്ങിന് സൈക്കോളജി ആയിക്കോട്ടെ, സൈക്കാട്രി ആയിക്കോട്ടെ, നഴ്സിംഗ് സ്റ്റുഡൻസ്, ഇങ്ങനെ വിവിധ മേഖലകളിലെ കുട്ടികൾ ഇവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാനും അവർക്ക് രോഗികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കാനും അവർ നാളെ പുറത്തിറങ്ങുമ്പോൾ നല്ല വ്യക്തികളായി അവർക്കൊരു സമൂഹത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമാകുവാനൊക്കെ ഈ ഹോസ്പിറ്റലിനും അതിൽ എളിയൊരു പങ്ക് ഞങ്ങൾക്കൊക്കെ വഹിക്കാൻ പറ്റിയതിന് ഞങ്ങൾ ഏറ്റവും സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. മാനസിക പ്രശ്നങ്ങളും അവയ്ക്ക് അടിപ്പെട്ടവരും ഈ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവരോട് അനുഭാവപൂർവം പെരുമാറുന്നതിൽ സമൂഹവും കുടുംബങ്ങളും പോലും പരാജയപ്പെടുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിനാൽ തന്നെ മോശമല്ലാത്തൊരു വിഭാഗത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നതിനുള്ള സാധ്യത പലപ്പോഴും കുറവാണ്.
സമയത്ത് ചികിത്സ ലഭിക്കുവാനും ആവശ്യമായത്ര കാലം പരിചരണം ലഭിക്കുവാനും സാധിക്കാതെ പോകുന്നത് ഈ കാലഘട്ടത്തിൽ വലിയൊരു വിഭാഗം മാനസിക രോഗികളും നേരിടുന്ന പ്രതിസന്ധിയാണ്. പലപ്പോഴും ഭരണകൂടങ്ങളും ആവശ്യമായ പിന്തുണ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചികിത്സാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നൽകാറില്ല എന്നത് ഈ രംഗത്തെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഏറ്റവും ചുരുങ്ങിയ റേറ്റാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ കഴിയുന്നതിന് 25 രൂപയാണ് അവരുടെ ചാർജ്. പ്രൈവറ്റ് റൂം സിംഗിൾ റൂമായിട്ട് എടുത്തവർ നിൽക്കുമ്പോൾ അവർക്ക് 60 രൂപയാണ് ഒരു ദിവസത്തെ ചാർജ് വരിക. ഭക്ഷണത്തിന് 50 രൂപയാണ് നമ്മൾ എടുക്കുക. അങ്ങനെ ആ ലെവലിൽ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, ഈ രോഗം എന്നും ഇവർ മരുന്ന് കഴിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും ഇതങ്ങോട്ട് പൂർണ്ണമായിട്ട് സുഖപ്പെടുന്നില്ല. അപ്പോൾ ഇവരെന്നും ചികിത്സ കണ്ടിന്യൂ ചെയ്യേണ്ട, കാരണം ഇവരുടെ ചെലവുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മുമ്പോട്ട് പോകാൻ ഇവർ മരുന്ന് മുടക്കും, ഉറപ്പായിട്ടും മരുന്ന് മുടക്കും. അങ്ങനെ അവർ വീണ്ടും രോഗത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇവർ വീട്ടിൽ പോയി ഇവർ 2 വർഷം 3 വർഷം സുഖമായിട്ട് ജീവിക്കും, അതിനുശേഷം മരുന്ന് നിർത്തും, വീണ്ടും അവർ തിരിച്ചു വരികയാണ് ചെയ്യുക. മരുന്ന് എന്ന് നിർത്തുന്നതോ വീണ്ടും അവർ തിരികെ ഈ രോഗത്തിലേക്ക് പോകുന്നതായിട്ടാണ് സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. അതേസമയം ഇവിടെ രോഗികൾ നമ്മളൊരു പോളിസി എടുത്തിരിക്കുന്ന ഇതാണ്, പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഒരു രോഗി പോലും ഇവിടുന്ന് തിരിച്ചു പോകാൻ പാടില്ല. ഇല്ലെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് മരുന്ന് കൊടുത്ത് നമ്മൾ വിട്ട്, അങ്ങനെ ഈ ഇടവകയിലുള്ള രോഗികൾക്കെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് ചികിത്സയും മരുന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റേഴ്സ് ഇവിടെ 11 സിസ്റ്റേഴ്സ് സേവനം ചെയ്യുമ്പോൾ അവർ പൂർണ്ണമായും ശമ്പളമില്ലാതെ ഭക്ഷണത്തിന് മാത്രമുള്ള പൈസ ഇതിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അവർ സേവനം ചെയ്യുക. അപ്പോൾ അതിലൂടെയാണ് ആ ശമ്പളവും. ഇവിടെ 10-50 സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ തരത്തിലും പഠിച്ചവരുണ്ട്, നിലവാരം പുലർത്തുന്ന നല്ല ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, സൈക്യാട്രിക് നഴ്സസ്, സോഷ്യൽ വർക്കേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഇങ്ങനെ എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്നവരുണ്ട്. സ്നേഹത്തിൻ്റെ, പ്രാർത്ഥനയുടെ വറ്റാത്ത ഉറവ. അതാണ് ഏറെ വിലമതിക്കപ്പെടുന്ന ഈ സേവനത്തിന് ഈ ചെറിയ സമൂഹത്തെ പ്രാപ്തരാക്കുന്നത്. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ സേവന മാതൃകയെ ഹൃദയത്തിൽ സ്വീകരിച്ച് കറതീർന്ന മനുഷ്യസ്നേഹം മുഖമുദ്രയാക്കി വിവിധ സേവന മേഖലകളിൽ സജീവ സാന്നിധ്യം അറിയിക്കുന്നു ഈ വിൻസെൻഷ്യൻ സഹോദരിമാർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സിസ്റ്റേഴ്സാണ് ചെയ്യാറുള്ളത്. അവരെ കാലത്തെ എണീപ്പിക്കുന്നത് മുതൽ അവരെ പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കാത്തവർക്ക് വാരി കൊടുക്കുകയും അവരുടെ കംപ്ലീറ്റ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ സിസ്റ്റേഴ്സാണ് വളരെ ഡെഡിക്കേറ്റഡ് ആണ് അവർ ചെയ്യുന്നത്. അതുമാതിരി മരുന്ന് കൃത്യസമയത്തിന് കൊടുക്കുന്നതും അതുമാതിരി വയലൻ്റായ പേഷ്യൻസിനെ ശുശ്രൂഷിക്കുന്നതും എല്ലാം സിസ്റ്റേഴ്സ് വളരെ ഡെഡിക്കേറ്റഡായി ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, രോഗികൾ വളരെ വയലൻ്റ് ആയിട്ടുള്ള, അതായത് സമൂഹത്തിനും നാടിനും അവരിടപെടുന്ന ചുറ്റുപാടിനും കുടുംബത്തിനും എല്ലാം ഒരു ദ്രോഹം ചെയ്യുന്നവരായിട്ടാണ് ഇവരെ കണക്കാക്കുക. അവരങ്ങനെയാണ് താനും, ഇവർ വരുന്ന രോഗാവസ്ഥയിൽ ഇവരങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ അത്ര ധൈര്യവും അതുപോലെ തന്നെയുള്ള നല്ല ഡെഡിക്കേഷൻ, സമർപ്പണവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നു, ഈശോയ്ക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന ആ മനോഭാവത്തോടു കൂടി ചെയ്യുന്നത് കാരണം അത് രോഗികൾക്ക് വളരെയധികം അവരുടെ രോഗത്തിന് സാന്ത്വനം അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് വളരെ ബഹുമാനമുണ്ട്, ഞങ്ങളെ വളരെയധികം അവർ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തോടുകൂടി പരിചരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് സ്നേഹമാണ് ഇവരുടെ ശുശ്രൂഷയുടെ, അതായത് ഇവർക്ക് സൗഖ്യം കിട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് മനസ്സിലാവുകയാണ്. ഇവരെ ആരും സ്നേഹിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, അവരോട് ആർക്കും ഇഷ്ടമില്ല, ഞങ്ങൾ ആർക്കും വേണ്ടാത്തവരാണ് എന്ന ചിന്തയിലൂടെ വളരെയധികം മനസ്സ് പിടറി, അതായത് പതറിപ്പോയിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ഈ മാനസിക രോഗികൾ. അവർ സ്നേഹപൂർവ്വം പരിചരിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സിസ്റ്റേഴ്സിന് എനിക്കും തോന്നുന്ന ഇത്രയും നാളത്തെ ശുശ്രൂഷയിൽ ഞാൻ ഈ മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷമായിട്ടുള്ള പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്
അപ്പോൾ അതിലൂടെ കാണുവാൻ സാധിക്കുന്നത് സിസ്റ്റേഴ്സിനെ ഇത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു സിസ്റ്റർ വന്ന് വളരെ സ്നേഹത്തോടെ അവരുടെ അടുത്ത് വരുമ്പോൾ തന്നെ അവർ ഉടനെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവർ ശ്രദ്ധിക്കുകയും അവരോട് വളരെയധികം അടുപ്പത്തോടെ പെരുമാറുകയും അങ്ങനെ അവർ സുഖം പ്രാപിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാറുണ്ട്. മാനന്തവാടി ആസ്ഥാനമായ കോൺഗ്രിഗേഷൻ ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ സഹോദരിമാരുടെ സേവന മേഖലകളിൽ ഏറ്റവും പ്രധാനവും ദൈവം ഇവരെ പ്രത്യേകമായി ഭരമേൽപ്പിച്ചതുമായ ശുശ്രൂഷ മേഖലയാണ് പലരും അവഗണിക്കുന്ന മാനസികാരോഗ്യരംഗം. ഈ രംഗത്തെ ഇവരുടെ പ്രവർത്തനങ്ങൾ ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മാനന്തവാടി ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വിൻസെന്റ് ഗിരി ഹോസ്പിറ്റലും അതിനോടനുബന്ധിച്ചുള്ള ഡി അഡിക്ഷൻ സെന്ററും വയനാട്ടിലെ തന്നെ കൽപ്പറ്റയ്ക്കടുത്തുള്ള റിഹാബിലിറ്റേഷൻ സെന്ററും ഈ ശുശ്രൂഷയുടെ ഭാഗം തന്നെയാണ്. ഇന്ന് ഭാരതത്തിൽ കേരളം, കർണാടക, ആന്ധ്ര, ആസാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ജർമ്മനി, അമേരിക്ക എന്നീ രാജ്യങ്ങളിലും വളരെ പ്രത്യേകമാമിതം ഞങ്ങളുടെ സഹോദരിമാർ സുദീർഘമായ സേവനം ചെയ്തു വരുന്നു. പാവങ്ങളോടുള്ള പ്രതിബദ്ധതയും ആതുര ശുശ്രൂഷ രംഗങ്ങളും ഇന്ന് വളരെ പ്രത്യേകമാമിതം ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇന്നത്തെ കാലത്തിനനുസൃതമായി വേദനിക്കുന്ന മനുഷ്യ മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങൾ പ്രത്യേകം ശ്രമിക്കുന്നു. വളരെ പ്രത്യേകമായും മാനസിക രോഗ ആശുപത്രികളും പുനരധിവാസ കേന്ദ്രങ്ങളും ഡി അഡിക്ഷൻ സെൻ്ററുകളും വഴി ഇന്നത്തെ മനുഷ്യ മക്കൾക്ക് അവർക്കാവശ്യമായ രീതിയിൽ സേവനം അനുഷ്ഠിക്കുവാൻ പ്രത്യേകമാമിതം ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. അതിനായി പ്രത്യേകമാമിതം എല്ലാ ആതുര ആലയങ്ങളോട് ചേർന്നും ജനറൽ ഹോസ്പിറ്റലുകളോടനുബന്ധമായും ഡി അഡിക്ഷൻ സെൻ്ററുകളും മാനസിക രോഗ ആശുപത്രികളും ഇന്ന് നടത്തി വരുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഇന്നത്തെ ലോകത്തിൻ്റെ, ഇന്നത്തെ മനുഷ്യ മക്കളുടെ പ്രത്യേകമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവരെ സഹായിക്കുക എന്ന പുതിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പുതിയ സംരംഭങ്ങൾക്ക് നാന്ദി കുറിച്ചിട്ടുള്ളത്. വളരെ പ്രത്യേകമായും ചെന്നലോട് ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റലിനെയും അവിടെ ആയിരിക്കുന്ന എല്ലാ രോഗികളെയും അവർക്ക് പുനരധിവാസ കേന്ദ്രമായി വേങ്ങപ്പള്ളിയിൽ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനത്തെയും അവിടുത്തെ എല്ലാ ശുശ്രൂഷ രംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുകയാണ്. അവിടെ സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകമാമിതം അഭിനന്ദിക്കുകയും അവരുടെ സേവന രംഗത്തേക്ക് എല്ലാവിധമായ ദൈവ അനുഗ്രഹങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. ഏറ്റവും മാതൃകാപരമായി തന്നെയാണ് വിവിധങ്ങളായ സേവന മേഖലകളെ ഈ സഹോദരിമാർ മുന്നോട്ട് നയിക്കുന്നത്. 25 വർഷം പിന്നിടുന്ന ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റലിൻ്റെ അഭിമാനകരമായതും ദൈവമഹത്വത്തെ ഉദ്ഘോഷിക്കുന്നതുമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്ന വണ്ണമാണ് ഏറ്റവും മികച്ച രീതിയിൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഇവർ ഒരുക്കിയിരിക്കുന്നത്. വിൻസെൻഷ്യൻ സഹോദരിമാരുടെ സാമൂഹിക പ്രതിബദ്ധതയ്ക്കും അർപ്പണബോധത്തിനും എല്ലാറ്റിനുമുപരി ദൈവമേൽപ്പിച്ച ദൗത്യത്തോടുള്ള വിശ്വസ്തതയ്ക്കും തെളിവാണ് ഈ പ്രവർത്തനങ്ങൾ. ലൂയിസ് മൗണ്ട് കോൺവെന്റിലെ സന്യാസിനിമാരുടെ ചെന്നലോട് ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. ഇടവകയിലെയും രൂപതയിലെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർ മുന്നിൽ നിൽക്കുന്നു. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഒട്ടേറെയുണ്ടെങ്കിലും സഭയുടെയും സഭാമക്കളുടെയും എല്ലാ ആവശ്യങ്ങളിലും ഇടപെടുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. കോൺവെന്റും അതിനോട് ചേർന്നു തന്നെയുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മറ്റേറെ ജോലികളിലും ഇവർ വ്യാപൃതരാണ്. പക്ഷിമൃഗാദികളുടെ പരിപാലനവും കൃഷിത്തോട്ടവും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പരിപാടികളും തുടങ്ങി ഈ കേവലം 11 സന്യാസിനികൾ ഏറ്റവും മനോഹരമായി നിർവഹിക്കുന്ന ഇത്തരം ഓരോ കാര്യങ്ങളും വിസ്മയനീയമാണ്. 1977 ചെന്നലോട് ഈ കോൺവെന്റ് സ്ഥാപിതമായത്. അന്ന് മുതൽ ഇന്ന് വരെയും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും
വികാരി അച്ഛനോടൊപ്പം ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇടവക ജനത്തിൻ്റെ വിശ്വാസപരവും അതുപോലെ തന്നെ സാമ്പത്തികമായും പിന്നോക്കമുള്ളവരെയും രോഗാവസ്ഥയിലുള്ളവരെയും എല്ലാം കണ്ടെത്തി അവരെ ശുശ്രൂഷിക്കുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായും പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടവകയിലെ മതബോധനം, സംഘടനാ പ്രവർത്തനങ്ങൾ, രൂപതാതലത്തിൽ പ്രവർത്തനങ്ങൾ എല്ലാം സിസ്റ്റേഴ്സ് ഒരുപോലെ ഇടവക ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിലെ പ്രവർത്തനം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഇടവകയുടെ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ സിസ്റ്റേഴ്സും ഒരുപോലെ എല്ലാവരും ഒരുപോലെ സഹായിക്കുന്നു, സഹകരിച്ച് പ്രവർത്തിക്കുന്നു. സ്വാർത്ഥപൂർണമായ ഇടപെടലുകൾ നിമിഷം പ്രതി മാനസിക രോഗികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റലും അതിന് നേതൃത്വം വഹിക്കുന്ന സിസ്റ്റർമാരും ഏറെ പ്രശംസയർഹിക്കുന്നു. ശരിയായ സേവന തൽപരതയോടെയും വിശ്വാസ തീഷ്ണതയോടെയും വിശുദ്ധ വിൻസെന്റ് ഡിപ്പോളിന്റെ മാതൃകയനുസരിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന് പകരുന്നതിനായി യത്നിക്കുന്ന ഇവർ സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു ലോകം ഇവിടെ കെട്ടിപ്പടുക്കുന്നു. ഇവർ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ പണിതുയർത്തപ്പെടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.